കൃഷി മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസത്തിലേക്ക് കടക്കുന്ന ജൂലൈ മാസം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി കൃഷിയിൽ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. നല്ലതുപോലെ മഴ പെയ്യുന്ന ഈ മാസത്തിൽ ഏതൊക്കെ പച്ചക്കറികളാണ് നടേണ്ടത്, തൈകൾ എങ്ങനെ സംരക്ഷിക്കണം, രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം തുടങ്ങി ജൂലൈ മാസ കൃഷിയിൽ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന കൃഷി കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുമല്ലോ. മഴക്കാലത്ത് എല്ലാ പച്ചക്കറികളും ഒരേപോലെ വളരണമെന്നില്ല. അമിതമായ മഴയെ അതിജീവിക്കാൻ കഴിയുന്ന പച്ചക്കറി ഇനങ്ങളാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. ഈ മാസം നടാൻ പറ്റിയ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. അതിൽ ആദ്യത്തേത് വെണ്ടയാണ്. മഴക്കാലത്ത് ഏറ്റവും കൂടുതലായി ഫലം ലഭിക്കുന്ന ഒന്നാണ് വെണ്ട. മഴയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അനക, സുസ്ഥിര തുടങ്ങിയ ഇനങ്ങൾ തിരഞ്ഞെടുത്ത് വിത്ത് നടാവുന്നതാണ്. വിത്തുകൾ നേരിട്ട് നടാതെ ട്രേകളിൽ പാകി മുളപ്പിച്ച് മാറ്റി നടുന്നതായിരിക്കും ഈ മഴക്കാലത്ത് നല്ലത്. തൈകൾ മുളച്ച് 4 ഇല പ്രായമാകുമ്പോൾ തൈകൾ മാറ്റി നടാനാവും. വെണ്ട നട്ടിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ മേൽമണ്ണ് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് വളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഏത് ജൈവവളമാണോ ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് മണ്ണ് കൂടി കൂട്ടി കൊടുക്കണം. വെണ്ട വളർന്ന് മൊട്ടിടാറാവുമ്പോൾ അതിൻ്റെ കൂമ്പൊന്ന് നുള്ളിക്കളയണം. എങ്കിൽ മാത്രമേ നിറയെ ശാഖകൾ വന്ന് അതിലൊക്കെ വെണ്ട ഉണ്ടാവുകയുള്ളൂ. വെണ്ടയിൽ കാണാറുള്ള തണ്ടുതുരപ്പൻ പുഴുക്കളെയും ഇല ചുരുട്ടി പുഴുക്കളെയും ഓടിക്കാൻ വേപ്പെണ്ണ മിശ്രിതം ആഴ്ചതോറും തെളിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ വെണ്ടയിൽ ഈ മഴക്കാലത്ത് കണ്ടുവരുന്ന കീടബാധയാണ് മൊസൈക്ക് രോഗം. ഈ രോഗം വന്നു കഴിഞ്ഞാൽ ചെടി ക്രമേണ നശിച്ചു പോവുകയുള്ളൂ. ഇത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ മറ്റു ചെടികളിലേക്ക് വ്യാപിക്കുന്നതിന് മുമ്പായിട്ട് പറിച്ചെടുത്ത് കത്തിച്ച് കളയുക തന്നെ വേണം. വെണ്ട കൃഷിയെപ്പറ്റി കൂടുതലായി അറിയണമെങ്കിൽ കൃഷി മാസ്റ്റർ ചാനലിൽ സെർച്ച് ചെയ്താൽ കൂടുതൽ വീഡിയോ കാണാവുന്നതാണ്. ഇനി അടുത്തതായി വഴുതനയും മുളകുമാണ്. അല്പം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ടിൽ നിന്നും നല്ല വിളവ് നമുക്ക് ലഭിക്കുമെന്നത് ഉറപ്പാണ്. എന്നാൽ കനത്ത മഴയും വെള്ളക്കെട്ടും ഈ സമയത്ത് വില്ലനാകാറുണ്ട്. വഴുതനക്കും മുളകിനും വെള്ളക്കെട്ട് ഒട്ടും താങ്ങാൻ കഴിയില്ല. അതിനാൽ നിലത്ത് നടുകയാണെങ്കിൽ വരമ്പോ കൂനുകളോ ഉണ്ടാക്കി അതിൽ നടേണ്ടതാണ്. ഇനി ഗ്രോ ബാഗിലാണ് നിങ്ങൾ നടുന്നതെങ്കിൽ വെള്ളം വാർന്നു പോവാനുള്ള സുഷിരങ്ങൾ അടഞ്ഞിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തുക തന്നെ വേണം. വിത്ത് പാകി മുളപ്പിച്ച് 4 ഇല പ്രായമായ തൈകൾ മാറ്റി നടാവുന്നതാണ്. മഴക്കാലത്ത് തൈകൾ നടുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കനത്ത മഴ നേരിട്ട് കൊള്ളാതെ ചെറിയ സംരക്ഷണം നൽകിയാൽ തൈകൾ ചീഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും. മഴക്കാലത്ത് വഴുതനക്കും മുളക് ചെടിക്കും വരുന്ന രോഗമാണ് വാട്ടരോഗം. ചെടി പെട്ടെന്ന് വാടിപ്പോകുന്നതാണ് ലക്ഷണം. തൈകൾ നടാൻ നേരം വേരുകൾ സ്യൂഡോമോണസ് ലായനിയിൽ 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ മിക്സ് ചെയ്ത് വെള്ളത്തിൽ 20 മിനിറ്റ് നേരം വേരുകൾ മുക്കി വെക്കുന്നത് രോഗം തടയാൻ സഹായിക്കും. രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ചതോറും വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രം തളിക്കാൻ മറക്കരുത്. ഇനി ജൂലൈ മാസത്തിൽ നല്ല വിളവ് കിട്ടുന്ന മറ്റൊരു ഐറ്റമാണ് പയർ കൃഷി. കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ കൂടി പറയാം. മഴക്കാലത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള വിത്തുകളായ ലോല, മാലിക, വൈജയന്തി, ശരത്ത് എന്നിവ മഴക്കാലത്ത് നല്ല വിളവ് ലഭിക്കുന്ന ഇനങ്ങളാണ്. അതുപോലെ തന്നെ കുറ്റിപ്പയർ ഇനങ്ങളാണ് ഭാഗ്യലക്ഷ്മി, കനകമണി എന്നിവ. കുറ്റിപ്പയറിന് പന്തൽ ഒരുക്കേണ്ട കാര്യമില്ല. മഴക്കാലത്ത് തടത്തിൽ വെള്ളം കെട്ടിക്കിടന്നാൽ പയർ ചെടിയുടെ വേരുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയേറെയാണ്. വിത്ത് നടുന്ന സമയത്ത് ഉണങ്ങിയ ചാണകപ്പൊടിയും അല്പം വേപ്പിൻ പിണ്ണാക്കും എന്നിവ ചേർത്ത് കൊടുക്കണം. തൈകൾ വളർന്ന് 15 ദിവസത്തിന് ശേഷം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചാണകം കലക്കിയത് നേർപ്പിച്ച് മഴയില്ലാത്ത സമയത്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി പയറിനെ ബാധിക്കുന്ന ഒരു കീടമാണ് ചാഴികൾ. പയർ പൂവിടുന്ന സമയത്ത് കറുത്ത പേനുകൾ വരാൻ സാധ്യതയേറെയാണ്. ഇതിനെതിരെ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം അല്ലെങ്കിൽ സോപ്പ് ലായനി തളിക്കുന്നതും ഫലപ്രദമാണ്. പയർ ചെടിയിൽ വള്ളി വന്നു തുടങ്ങിയാൽ പന്തലോ കമ്പുകളോ കുത്തി കൊടുക്കണം. ഇതൊക്കെയാണ് പയർ കൃഷിയിൽ ശ്രദ്ധിക്കാനുള്ളത്. അടുത്തതായി ചീര കൃഷിയാണ്. മഴക്കാലത്ത് ചീര നടാൻ പറ്റില്ല എന്നൊരു തെറ്റായ ധാരണ പലർക്കുമുണ്ട്. പക്ഷെ നേരിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്തിൽ നിന്നും മാറ്റി തണൽ മറയോ മഴ മറയോ കെട്ടി ചീര നന്നായി വളർത്താവുന്നതാണ്. ചില മുൻകരുതലുകൾ എടുത്താൽ ഈ കർക്കിടക മാസത്തിലും നമുക്ക് ചുവപ്പൻ ചീരയും പച്ച ചീരയും വിളവെടുക്കാവുന്നതാണ്. മഴക്കാല കൃഷിയിൽ പ്രതിരോധ ശേഷി കൂടിയ ഇനങ്ങളായ അരുൺ, കണ്ണാറ ഇവ രണ്ടും ചുവന്ന ചീരയാണ്. അതുപോലെ രേണുശ്രീ, മോഹിനി എന്ന പച്ചച്ചീരയും നല്ല രീതിയിൽ വളർത്താൻ പറ്റും. മഴക്കാലത്ത് വിത്ത് ഒരിക്കലും നേരിട്ട് നിലത്ത് പാകരുത്. അതൊക്കെ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. തൈകൾ മാറ്റി നടുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വേണം നടാനായിട്ട്. ഏതെങ്കിലും ചെടിക്ക് ഇലച്ചീയൽ രോഗം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ തൈ പിഴുതു മാറ്റി മറ്റ് ചെടികളിലേക്ക് പടരുന്നത് തടയണം.
നിങ്ങൾ മുറ്റത്തോ ഗ്രോ ബാഗിലോ ഒക്കെ ചീര നടുകയാണെങ്കിൽ കനത്ത മഴ നേരിട്ട് കൊള്ളാത്ത രീതിയിൽ സുതാര്യമായ പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിക്കൊടുത്താൽ 100% വിജയകരമായിട്ട് ചീര വളർത്തിയെടുക്കാൻ പറ്റും. ഇനി ജൂലൈ മാസത്തിൽ നിങ്ങൾ ചീര വിത്ത് നേരിട്ട് തടമെടുത്ത് പാകാനാണോ അതോ തൈകൾ ഉണ്ടാക്കി മാറ്റി നടാനാണോ പ്ലാൻ ചെയ്യുന്നത്? കമൻറ്റ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ഇഞ്ചി, മഞ്ഞൾ, ചേന ഇവയൊക്കെ മുമ്പ് നട്ടതുണ്ടെങ്കിൽ ഇവയുടെ ചുവട്ടിൽ മണ്ണ് കൂട്ടി കൊടുക്കാനും പുതയിടാനും ഈ മാസം ശ്രദ്ധിക്കാൻ വേണം. ഇനി തൈകൾ നടാനായി നിലമൊരുക്കുമ്പോഴും തൈകൾ നടുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയാം. മഴക്കാല കൃഷിയിൽ ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത് വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യമാണ്. നിലത്താണ് നമ്മൾ തൈകൾ നടുന്നതെങ്കിൽ തറ നിരപ്പിൽ നിന്നും ഒരടി ഉയരത്തിൽ വാരങ്ങൾ എടുത്ത് വേണം തൈകൾ നടാനായിട്ട്. ഇനി നമ്മൾ ഗ്രോ ബാഗിലാണ് തൈകൾ നടുന്നതെങ്കിൽ ഗ്രോ ബാഗിൻ്റെയും ചട്ടിയുടെയും ഒക്കെ അടിയിലുള്ള ദ്വാരങ്ങൾ അടഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഗ്രോ ബാഗുകളും ചട്ടികളും അല്പം പൊക്കത്തിലെ ഇഷ്ടികയുടെയോ മറ്റോ മുകളിൽ വെക്കുന്നത് നല്ലതായിരിക്കും. മഴക്കാലത്താണ് മണ്ണിൽ ഏറ്റവും കൂടുതൽ അസിഡിറ്റി, പുളിരസം കൂടാറ്. ഇത് തടയാൻ വേണ്ടി കുമ്മായമോ ഡോളമേറ്റോ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ജൂലൈ മാസത്തിലെ വളപ്രയോഗ രീതി കൂടി പറയാം. ജൂലൈ മാസത്തിൽ വളം കൊടുക്കുമ്പോൾ ചില പ്രധാന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരിട്ട് മഴ കൊള്ളുന്ന രീതിയിൽ വളമിടരുത്. ശക്തമായ മഴയത്ത് നാം ഇട്ടുകൊടുത്ത വളമെല്ലാം ഒലിച്ചു പോകാൻ സാധ്യതയേറെയാണ്. ജൈവവളങ്ങളായ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഉണങ്ങിയ ചാണകപ്പൊടി എന്നിവ മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ദ്രാവക വളങ്ങളായ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതും മറ്റും ഒഴിച്ചു കൊടുക്കുന്ന രീതി പരമാവധി കുറയ്ക്കേണ്ടതാണ്. കാരണം മണ്ണിൽ ഇതിനകം തന്നെ ഈർപ്പം കൂടുതലായിരിക്കും. അതേപോലെ തന്നെ മഴക്കാലത്ത് ചെടികളെ നശിപ്പിക്കുന്ന വില്ലന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദിവസേന നമ്മളെ ചെടികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആകെപ്പാടെ നശിപ്പിച്ച് കളയും വീട്ടുകൾ. മഴക്കാലത്ത് ചെടികളെ നശിപ്പിക്കുന്ന പ്രധാന വില്ലൻ കുമിൾ രോഗങ്ങളാണ്, ഫംഗൽ ഡിസീസസ്. പ്രത്യേകിച്ച് വാട്ടരോഗം, മഞ്ഞളിപ്പ്, വേരുചീയൽ എന്നിവ മഴക്കാലത്ത് കൂടുതലായി വരാൻ സാധ്യതയേറെയാണ്. ഇനി വിത്ത് നടുമ്പോഴും തൈകൾ മാറ്റി നടുമ്പോഴും മണ്ണ് ട്രൈക്കോഡർമ ചേർത്ത് തയ്യാറാക്കുന്നത് ചെടികളുടെ വേരുചീയൽ തടയും. അതുപോലെ തന്നെ സ്യൂഡോമോണാസ് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 10 ദിവസത്തിലൊരിക്കൽ ചെടികളുടെ ഇലകളിൽ തളിക്കുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. മഴക്കാലത്ത് പച്ചക്കറി കൃഷിയുടെ ജീവനാഡിയാണ് ഈ പറഞ്ഞ സ്യൂഡോമോണസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഴക്കാലത്ത് ചെടികളുടെ ഇലകൾ തിന്നു തീർക്കുന്ന സ്ലഗുകളും അട്ടകളുടെ ശല്യം ഉണ്ടാകാറുണ്ട്. ഇവയെ കൈകൊണ്ട് പെറുക്കി നശിപ്പിക്കുകയോ ചെടിയുടെ ചുറ്റും ഉപ്പ് അല്ലെങ്കിൽ പുകയില കഷായം തളിക്കുകയോ ചെയ്താൽ ഒച്ചുകളുടെ ശല്യം കുറഞ്ഞു കിട്ടും. അപ്പോൾ ശരിയായ പരിചരണവും മുൻകരുതലും ഉണ്ടെങ്കിൽ ഈ ജൂലൈ മാസത്തിലെ മഴയത്തും നമുക്ക് മികച്ച രീതിയിൽ പച്ചക്കറികൾ വിളയിച്ചെടുക്കാവുന്നതാണ്. ഇന്നത്തെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. മികച്ച മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.